അരുൺകുമാർ കഴിഞ്ഞ 10 വർഷമായി ഞാൻ പങ്കെടുത്ത എല്ലാ ചർച്ചകളിലും പറയും, മിസ്റ്റർ നിയാസ് നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾക്ക് ആദ്യത്തെ തവണ ഞങ്ങൾ ജയിച്ചു, രണ്ടാമത്തെ തവണ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് ജനങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു, ജനങ്ങൾ ഞങ്ങളൊപ്പമാണ്, അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ 10 വർഷമായി അരുൺകുമാർ ചർച്ചകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട അരുൺകുമാറെ, നിങ്ങളുടെ എല്ലാ കണക്കുകളും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ടാണ് 102 സീറ്റുമായി ഞങ്ങൾ വന്നത്. തോൽവി അംഗീകരിക്കാൻ പ്രിയപ്പെട്ട അരുൺകുമാറിന്റെ പാർട്ടി തയ്യാറായില്ലെങ്കിലും അരുൺകുമാർ മാന്യനായതുകൊണ്ട് തോറ്റു എന്നത് ബോധ്യപ്പെടാൻ ശരത്ത് മനസ്സിലാവൂല. കാരണം ശരത്തിന്റെ മുമ്പിൽ മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണുകളുമായിട്ടാണ് ശരത്തിരിക്കുന്നത്. അരുൺകുമാർ അങ്ങനെയല്ല. അരുൺകുമാർ കുറച്ചുകൂടി മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അതുകൊണ്ട് ശരത്തിന് മഞ്ഞപ്പിത്തമായാലും അരുൺകുമാറിന് നിങ്ങൾ തോറ്റു എന്നും നിങ്ങളെ കൈവിട്ടു എന്നും 2 സീറ്റുമായി വമ്പിച്ച ഭൂരിപക്ഷം ഞങ്ങൾ ജയിച്ചു എന്നും ബോധ്യപ്പെടാനെങ്കിൽ ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് നമുക്ക് വിഷയങ്ങൾ സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ അരുണിൻ്റെ മറുപടിയിലേക്കാണ്. ഞാൻ കൂടുതൽ ഒന്നും ചോദിക്കാൻ അതിൽ ആഗ്രഹിക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം കുറേ കാര്യങ്ങൾ 10 വർഷം ഈ നാട്ടിൽ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ 10 വർഷം ഈ ചർച്ചയ്ക്കൊക്കെ പോയപ്പോൾ അരുൺ ഇങ്ങനെയാണോ നിയാസിനോട് പെരുമാറിയത്? നിയാസ് ഇപ്പോൾ ആ വേദന അടക്കം പങ്കുവെച്ചുകൊണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ 10 വർഷക്കാലത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. ഇവിടെ അദ്ദേഹവും പറയുന്നത് കേട്ടു, ഓർഡിനറികളിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പിക്നിക്കിന് പോകാം, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ധരിച്ചു വെച്ചത്. KSRTC സമ ഓർഡിനറി എന്നാണോ അപ്പോൾ സർക്കാരും കോൺഗ്രസും വിചാരിച്ചിരിക്കുന്നത്? അപ്പോൾ ഇവരുടെ മനസ്സിൽ ഈ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അല്ലെങ്കിൽ എല്ലാ ബസ്സുകളിലും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ചെയ്യും. 6 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ നടപ്പിലാക്കും. ഫാസ്റ്റ് പാസഞ്ചറിൽ നടപ്പിലാക്കാൻ ശ്രമിക്കും. മറ്റ് ബസ്സുകളിൽ ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കും. KSRTCയുടെ എല്ലാ ബസ്സുകളിലും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അരുൺ മറുപടി. KSRTCയുടെ എല്ലാ ബസ്സിലും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. നിയാസ് പറഞ്ഞത് കേട്ടോ, മറുപടി വേണം. ഏതായാലും UDF മന്ത്രിസഭ വന്നിട്ട് 21 ദിവസമായപ്പോഴേക്കും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ച് അങ്ങ് വർത്തമാനം നിർത്താൻ പോലും കോൺഗ്രസിന്റെ പ്രതീതിക്ക് പറ്റുന്നില്ല. അതിനിടയിൽ അദ്ദേഹം എന്നെ ഒന്ന് പുകഴ്ത്തി. പണ്ട് EMS പറഞ്ഞിട്ടുണ്ട്, മനോരമ ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുകഴ്ത്തിയ എന്തോ നമുക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മനോരമ പറഞ്ഞ അന്ന് EMS പറഞ്ഞ അതേ വാചകം തന്നെയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. എനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു, നിയാസ് എന്നെ അങ്ങ് അകമഴിഞ്ഞ് അങ്ങ് പിന്തുണച്ചിട്ടുണ്ട്, പുകഴ്ത്തിയിട്ടുണ്ട്, എന്നാൽ കുത്തേണ്ട സമയത്ത് കുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും നിയാസ് സംസാരിക്കരുതെന്നോ കോൺഗ്രസ് സംസാരിക്കരുതെന്നോ കഴിഞ്ഞ 10 വർഷത്തെ അല്ല അതിനു മുമ്പത്തെ ചർച്ചകളിലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നതിലെ വൈരുദ്ധ്യത ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇന്ന ബസ്സെന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ കേൾക്കട്ടെ, സ്ത്രീകൾ കേൾക്കട്ടെ. KC വേണുഗോപാലും പിഷാരടിയും ബസ്സിൽ കയറി എന്താണ് പറഞ്ഞത്? ഇനി KSRTCയിൽ വനിതകൾക്ക് ടിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ ഇന്നന്റെ ബസ്സിൽ ടിക്കറ്റ് വേണ്ട എന്നല്ലല്ലോ. ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന സാധാരണക്കാര് ഈ 15-ാം തീയതി എക്സ്പ്രസിലും അതുപോലെ തന്നെ മറ്റു ചോദിക്കും. അപ്പൊ കിട്ടൂല മറുപടി. ഇനി ഓർഡിനറിയുടെ എണ്ണൊക്കെ കുറഞ്ഞു വരും. ഒറ്റ കാര്യോടെ ഞാൻ പറയാം, അല്ല ഇടപെടൽ അല്ല ഞാൻ പറയട്ടെ, താങ്കൾ കേൾക്കൂ. താങ്കൾ പറഞ്ഞപ്പോൾ ഇടപെട്ടില്ലല്ലോ. നിങ്ങൾ ഇതേ സ്കീം നടപ്പാക്കിയ ചില സംസ്ഥാനങ്ങളുണ്ട്, ഞാൻ പറയട്ടെ. കർണാടകത്തിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തെ ശമ്പളം കൊടുക്കേണ്ടത് മെയ് 1-നാ. ആ ഏപ്രിൽ മാസത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മെയ് 25-ാം തീയതി ആയിട്ടും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇത് KSRTCയിലല്ല, മൊത്തത്തിൽ സർക്കാർ ജീവനക്കാർക്ക്. അതുപോലെ തന്നെ തെലങ്കാനയിൽ IPS IAS അവർക്ക് ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് 8 വർഷമായി അവിടെ പെൻഷനറി ബെനിഫിറ്റും DA ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രിയും DGPയും അടക്കമുള്ളവരുടെ ശമ്പളം വലിയ തോതിൽ വെട്ടിക്കുറച്ചത് നമ്മൾ കണ്ടു. 30% വെട്ടിക്കുറച്ചു. ഏറ്റവും കടുത്ത സാമ്പത്തിക ബാധ്യതയിലൂടെ പോകുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ റദ്ദ് ചെയ്ത സാഹചര്യം നിങ്ങൾ ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലുമുണ്ട്. ഞാൻ ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാം. ഇവിടെ ആര്യാടൻ മുഹമ്മദ് 2011 മുതൽ 16 വരെ നിങ്ങളുടെ മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തു. അന്ന് അദ്ദേഹം പറഞ്ഞത് KSRTC നിർത്തേണ്ട കാര്യമില്ല, തന്നെ നിന്നു പോയിക്കൊള്ളും എന്ന. നിങ്ങൾ അങ്ങനെ തന്നെ നിന്നു പോയിക്കൊള്ളും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആ വകുപ്പിനെ ശമ്പളവും പെൻഷനും ഏകദേശം കൃത്യമായി കൊടുക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ, ഒരു പൊതുഗതാഗത സിസ്റ്റത്തെ കൃത്യമായിട്ട് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ LDFന് കഴിഞ്ഞു. ഓരോ വർഷം എടുത്ത് പരിശോധിക്കുക. ഏറ്റവും അവസാന കാലത്തിൽ ഇവിടെ ശ്രീ ജയേന്ദ്രൻ സഖാവ് കൃത്യമായിട്ട് അതിന്റെ കണക്കുകൾ സൂചിപ്പിച്ചല്ലോ.
കണക്കിൽ കൃത്യമായിട്ട് വ്യക്തമാക്കിയല്ലോ. ഒരു ദിവസത്തെ കൃത്യമായിട്ട് കളക്ഷൻ 12 കോടി രൂപ വരെ അതിക്രമിച്ച കാര്യം, അത് കിട്ടിയ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ പടിപടിയായി KSRTCയെ ലാഭത്തിലേക്ക് എത്തിക്കാൻ LDF സർക്കാരിന് കഴിയുന്ന ആ ഘട്ടം നമ്മൾ അതിജീവിച്ച് പോയതാണ്, നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഗ്യാരണ്ടി പ്രഖ്യാപിച്ച് ഒരു കണക്കുകൂട്ടലുമില്ലാതെ, ഒരു സാമ്പത്തികമായിട്ടുള്ള അവലോകനവുമില്ലാതെ നിങ്ങൾ KSRTCയെ തകർക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണുകയാണ്. ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും പ്രഖ്യാപിച്ചോ. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നു ജെൻസി തലമുറയ്ക്ക് നിങ്ങൾ ഒരു വാഗ്ദാനം കൊടുത്തു. എവിടെ പോയി ആ വാഗ്ദാനം? നിങ്ങൾ തന്നെ മാറ്റി പറയേണ്ടി വന്നില്ലേ? സീറ്റ് ബെൽറ്റ് ഇടാം, അതുപോലെ തന്നെ ചില്ല് കഴുകാം, അതുപോലെ ഇന്നത് ചെയ്യാം, ഇതാണ് വാഗ്ദാനം എന്ന രൂപത്തിലേക്ക് അതമ്പതിച്ചു പോകുന്നത് നമ്മൾ കണ്ടില്ലേ? അതുപോലെ മോടി പിടിപ്പിക്കൽ, മന്ത്രിമാരുടെ ഭവനം മുഴുവൻ മോടി പിടിപ്പിക്കൽ, നിങ്ങൾ ആ പേര് മാറ്റിയില്ലേ? എന്താ അത്? അറ്റകുറ്റപ്പണിയായിട്ട് നിങ്ങളുടെ പേര് മാറ്റി. പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ എത്ര തവണ നിങ്ങൾ പ്രചരിപ്പിച്ചു, എത്രയോ നുണപ്രചരണം നടത്തി. ഇപ്പൊ പറയുന്ന പോലീസിന്റെ ഹെലികോപ്റ്റർ വാചകങ്ങൾ മാറ്റുകയാണ്. അതിന് ചില മാധ്യമങ്ങൾ നിങ്ങളെ നല്ല രൂപത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ അന്ന് ശ്രമിച്ചത്. പല വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ? അതിന്റെ തുടർച്ചയാണ് പൊതുസമൂഹത്തിൽ സഹായിച്ചു എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് പോലും കേവലം ആഴ്ചകൾ കൊണ്ട് പറയേണ്ടി വരുന്നുണ്ട്, ഇതിലും നല്ലത് പിണറായി ഭരണമായിരുന്നു എന്ന നിലയിലേക്ക്. നിത്യവിമർശകരായി വന്ന ആളുകൾക്ക് പോലും എല്ലാ ദിവസവും ചർച്ച ആ രൂപത്തിൽ സ്ഥിരം ഒരേ പടയാളികളെ കൊണ്ടുവച്ച് നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു കർമ്മമുണ്ടല്ലോ, അതേ ആളുകൾക്ക് അതേ മുഖങ്ങൾക്ക് ആഴ്ചകൾ കൊണ്ട് മാറ്റി പറയേണ്ടി വരുന്നു എന്നതുകൂടിയുണ്ട്. ഇപ്പോഴും മാറാതെ ഇപ്പോൾ പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ എന്ന് പറയുകയും അതുപോലെ തന്നെ ഇപ്പോൾ അത് പോലീസിൻ്റെ ഹെലികോപ്റ്റർ എന്ന് പറയാൻ ഇപ്പോഴും താല്പര്യപ്പെടുന്നവർക്ക് പോലും ഒളിഞ്ഞും തെളിഞ്ഞും വെളിച്ചത്തിലും ഇരുട്ടിലും ഒക്കെ പല സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പറയേണ്ടതായി വരുന്നുണ്ട് മാധ്യമങ്ങൾക്കും എന്നുകൂടി കാണേണ്ടതുണ്ട്. കാണാം, നമുക്കിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ അങ്ങനെയും നടക്കുന്നുണ്ട് അരുൺ. അതെ, തീർച്ചയായും. അതെ അതെ, ഒറ്റ കാര്യം കൂടി. അതുപോലെ തന്നെ സ്വന്തം ഹണിമൂണിന് അളിയനെ കൊണ്ടുപോയ ഒരു മന്ത്രി ഉണ്ടല്ലോ, എന്നിട്ട് ആ അളിയൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ രാജിവെച്ച് വീട്ടിൽ പോകേണ്ടി വന്നില്ലേ? എന്തായിരുന്നു UDFന്റെ കാലത്ത്, LDF ഭരിക്കുമ്പോൾ, UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പല വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോഴും പ്രതികരിച്ച രീതി? ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയങ്ങൾക്കെതിരെ എത്ര സന്ധിയില്ലാത്ത പോരാട്ടമാണ് അന്നത്തെ ഗവൺമെന്റ് നടത്തിയത്? നിയമ പോരാട്ടങ്ങളും അതുപോലെ തന്നെ ഉജ്ജ്വലമായിട്ടുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടില്ലേ? ഇപ്പോൾ MG സർവകലാശാലയിൽ 19 RSS നേതാക്കന്മാരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത് നമ്മൾ കണ്ടില്ലേ? ഇപ്പൊ നിങ്ങൾ ആരെയെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആക്കി മാറ്റിയിരിക്കുന്നത്? നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് 2011-16 കാലത്ത് ഉമ്മൻചാണ്ടിയെ വിമർശിച്ചതിന്റെ ഭാഗമായി, അതുപോലെ ഗവൺമെന്റിനെതിരെ ലേഖനം എഴുതിയതിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി സർക്കാർ നടപടി സ്വീകരിച്ച ആൾ, അതേപോലെ തന്നെ മോഡിയെ പ്രകീർത്തിച്ച് ലേഖനം എഴുതിയതിന്റെ പേരിൽ ഉമ്മൻചാണ്ടി സർക്കാർ മലയാളം മാസികയിലും അതുപോലെ തന്നെ കേരള കൗമുദിയിലും IAS ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ ഭാഗമായി അശോക് ലേഖനം എഴുതി. നിങ്ങളുടെ മുഖ്യമന്ത്രി അന്ന് നടപടിയെടുത്തിയ കൊണ്ടുപോയി ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് നിയമിച്ച് നിങ്ങൾ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യുക. ഒരു വാക്ക് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ സംഘപരിവാർ നടത്തുന്ന ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ ഞങ്ങൾ ഒത്തുപോകും. ഒരിക്കലും ഗവർണറുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാവില്ല എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓരോ മേഖല എടുത്തത് വന്യജീവി ആക്രമണം 5 പേരെയാ ചവിട്ടിക്കൊന്നത്. ആ ചവിട്ടിക്കൊന്ന വിവരം വന്നപ്പോൾ എന്താ പറഞ്ഞേ? സർക്കാർ മാറിയത് ആന അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാ മന്ത്രി പ്രതികരിച്ചേ. ഒരു മന്ത്രിയുടെ പ്രതികരണമാണോ? പണ്ടായിരുന്നു ഇങ്ങനെയെങ്കിൽ എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി? അതേപോലെ ആദ്യം പ്രതികരിച്ച എന്താ? ഞങ്ങളുടെ കയ്യിൽ വലിയ മാന്ത്രിക ശക്തിയൊന്നും ഇല്ല, വന്യജീവികളെ തടയാൻ വേണ്ടിയിട്ടില്ല എന്നാ പറഞ്ഞേ. അതൊക്കെ പോട്ടെ, ഇവിടെ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണോ അതോ കൃത്യമായി മോർച്ചറിയിലാണോ എന്ന് ചോദിച്ച ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഇന്നത്തെ മന്ത്രി, അന്നത്തെ UDFന്റെ നേതാവ്. ഇപ്പൊ എന്തിയെ? ഡോക്ടറെ പാമ്പ് കടിക്കുന്നു, ആശുപത്രിയുടെ ICU റൂമിന്റെ പുറത്ത് വെച്ച് രോഗിയെ പുഴുവരിക്കുന്നു, കട്ടിൽ നിന്ന് വീണ് രോഗി മരിക്കുന്നു, അതുപോലെ ഞരമ്പ് മുറിച്ച് നടന്നുപോയ രോഗി തിരിച്ച് എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. ഓരോ മെഡിക്കൽ കോളേജിൽ നിന്നും ഓരോ ദിവസം ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരികയാണ്. ഈ LDFന്റെ ഭരണകാലത്ത് ഉയർന്നു വരുന്ന ചെറിയ വിഷയങ്ങളിൽ പോലും എത്ര മോശമായിട്ടുള്ള പ്രചരണവും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണവും നടത്തിയവർ അധികാരത്തിൽ വന്ന് 20 ദിവസത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇനിയും നമുക്ക് ചർച്ചയുടെ ഭാഗമായിട്ടിരിക്കാം. ഞങ്ങൾക്ക് ഓരോ വിഷയത്തിന്റെയും ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയും. കാരണം എല്ലാം അന്ധമായിട്ട് എതിർക്കുന്ന രീതി ഞങ്ങളുടേതല്ല.
പ്രതിപക്ഷത്ത് എന്ന് പറഞ്ഞാൽ എതിർക്കുന്ന പക്ഷമായി അധംപതിക്കാനും Okay, ഞങ്ങളില്ല. right. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായി Okay. ചൂണ്ടിക്കാണിക്കേണ്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈ കേരളത്തിന്റെ ഗതകാല നേട്ടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. ഏതായാലും മിസ്റ്റർ നിയാസ് എന്ന വിളിയോടുകൂടി തന്നെ ഈ ചർച്ചകൾ ഇനിയും തുടരും എന്ന പ്രഖ്യാപനം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ നടത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ മുഖത്ത് കാണാം, നിയാസിൻ്റെ മുഖത്ത് കാണാം, ഏറ്റെടുത്തിരിക്കുകയാണ്. നല്ല കാര്യം, വളരെ കാര്യമായി മുന്നോട്ട് പോകട്ടെ.